കാർഷിക വാർത്തകൾ. റബ്ബർ വില വീണ്ടും ഡബിൾ സെഞ്ചുറി കടന്നിട്ടും സന്തോഷിക്കാനാകാതെ റബ്ബർ കർഷകർ. മാസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നിലച്ചതിനാൽ റബ്ബർ ഉൽപ്പാദനം പൂർണ്ണമായി നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാനത്ത് RSS 4 ഗ്രേഡിന് 213 രൂപയാണ്. RSS 5 ഗ്രേഡിന് 209 രൂപയാണ് ഇന്നത്തെ കോട്ടയം മാർക്കറ്റ് വില. ലാറ്റക്സിന് 142 രൂപയും. രാജ്യാന്തര വില ഇനിയും കൂടിയേക്കുമെന്ന നിഗമനങ്ങളാണ് വിപണിയിൽ നിന്ന് വരുന്നത്. റബ്ബറിന് ക്ഷാമം അനുഭവപ്പെടുന്നതാണ് വില ഉയരാൻ കാരണം. ടയർ കമ്പനികൾ റബ്ബർ വാങ്ങാൻ താൽപര്യം കാട്ടിയതും ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചു. അന്താരാഷ്ട്ര വിപണിയിലും വില ഉയർന്ന നിലയിലാണ്. വിപണികളിൽ 210 രൂപയ്ക്കും ഷീറ്റിന് ആവശ്യക്കാരുണ്ട്. അതേസമയം ഉൽപാദന മേഖല റബ്ബർ വിപണിയുടെ ചലനങ്ങൾ അടിമുടി നിരീക്ഷിക്കുകയാണ്. കാർഷിക മേഖലയിൽ റബ്ബർ നീക്കിയിരിപ്പ് ചുരുങ്ങിയതിനാൽ വൻ കുതിപ്പ് പ്രതീക്ഷിച്ച് ചരക്ക് പിടിക്കുന്നവരുമുണ്ട്. തോട്ടങ്ങളിൽ കാലവർഷത്തിൽ ഇല കൊഴിയുകയും മഴ ശക്തമാവുകയും ചെയ്തതോടെ ഭൂരിഭാഗം കർഷകർക്കും ടാപ്പിംഗ് നിർത്തേണ്ടി വന്നു. 11 മാസം മുമ്പാണ് റബ്ബർ വില 255 രൂപയെന്ന റെക്കോർഡിലെത്തിയത്. 2011 ഏപ്രിൽ 5 243 രൂപയായിരുന്നു അതുവരെയുള്ള റെക്കോർഡ് വില. ലോട്ട് റബ്ബറിന് 186 രൂപയും ഒട്ടുപാലിന് 133 രൂപയുമാണ് മാർക്കറ്റ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കർഷക ഉൽപ്പാദക കൂട്ടായ്മകൾക്ക് പ്രത്യേക സഹായവുമായി സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ. പദ്ധതി ചെലവിന്റെ 80% വരെ സാമ്പത്തിക സഹായം ലഭിക്കും. കൃഷിവകുപ്പ് ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി 3 കോടി രൂപ ഹോർട്ടികൾച്ചർ മിഷൻ നൽകും. പരമാവധി 15 ലക്ഷം രൂപ വരെ സഹായമായി ലഭിക്കും. അംഗീകൃത ബാങ്കുകൾ വഴി വായ്പാ സഹായം നേടിയാകണം പദ്ധതി നടപ്പാക്കേണ്ടത്. പഴം, പച്ചക്കറി, ഉദ്യാനവിള, സുഗന്ധവ്യഞ്ജനവിള, തോട്ടവിള, കൂൺ, തേൻ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് സഹായം. ഉൽപ്പന്ന സംഭരണത്തിനും സംസ്കരണത്തിനും മൂല്യവർദ്ധനയ്ക്കും വിപണനത്തിനും കയറ്റുമതിക്കുമുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് മുൻഗണന. SFAC വഴി ആനുകൂല്യം നിലവിൽ ലഭിക്കുന്ന ഉൽപ്പാദക സംഘടനകൾക്ക് പദ്ധതി ബാധകമല്ല. കൂടുതൽ വിവരങ്ങൾക്ക് SFACയുമായി നേരിട്ടോ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ആത്മ പ്രൊജക്ട് ഡയറക്ടറുമായോ ബന്ധപ്പെടാം. പദ്ധതി നടത്തിപ്പിന് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും SFACയും തമ്മിൽ ധാരണാപത്രം നിലവിലുണ്ട്. കർഷക ഉൽപ്പാദക സംഘടനകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച നോഡൽ ഏജൻസിയാണ് SFAC. മാർച്ചിനകം പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലേല കേന്ദ്രങ്ങളിൽ ഏലയ്ക്ക മികച്ച നിലവാരത്തിൽ. റബ്ബറിന് രാജ്യാന്തര അവധി. വ്യാപാര രംഗത്ത് തകർച്ച. ഉത്തരേന്ത്യൻ വ്യാപാരികൾ ജാതിക്ക സംഭരണം തുടങ്ങി. ഏലം ഉൽപാദന മേഖലയിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചതോടെ ശരാശരി ഇനങ്ങൾ കിലോ 2718 രൂപയെ ഉയർന്ന് ഇടപാടുകൾ നടന്നു. വിളവെടുപ്പ് വേളയാണെങ്കിലും വിപണിയിൽ ഉൽപ്പന്നത്തിന് ആഭ്യന്തര ഡിമാൻഡ് ശക്തമാണ്. ഇതിനിടയിൽ ഗ്വാട്ടിമല ഏലക്ക വരവ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശക്തമല്ല. വലിപ്പം കൂടിയ ഇനങ്ങൾ 3120 രൂപയിലും കൈമാറി. മൊത്തം 73,360 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ 72,897 കിലോ ചരക്കും ലേലം കൊണ്ടു. ഉത്തരേന്ത്യൻ ഔഷധ കറിമസാല വ്യവസായികൾ മികച്ച ഇനം ജാതിക്ക, ജാതിപത്രി തുടങ്ങിയവയുടെ സംഭരണം ഊർജിതമാക്കി. ഉത്സവകാല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അവർ കേരളത്തിൽ നിന്നുള്ള ചരക്കിൽ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. ജലാംശതോത് ഉയർന്ന ജാതിക്കയിൽ വാങ്ങലുകാർ താൽപ്പര്യം കാണിക്കുന്നില്ല. ഉണക്കും മുഴുപ്പ് കൂടിയതുമായ കായ കിലോ 270 രൂപ വരെ കയറി. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിൽ നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയത് വില തകർച്ചയ്ക്കിടയാക്കി. ജപ്പാന്റെ തളർച്ച സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലേക്കും വ്യാപിച്ചു. വിദേശ വിപണികളിൽ നിന്നുള്ള പ്രതികൂല വാർത്തകളെ തുടർന്ന് ടയർ നിർമ്മാതാക്കളും ചെറുകിട വ്യവസായികളും സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ നിന്നും അല്പം പിൻവലിച്ചതിനാൽ 4ാം ഗ്രേഡ് റബ്ബർ വില ക്വിൻ്റലിന് 300 രൂപ ഇടിഞ്ഞ് 20,900 രൂപയായി. ഒട്ടുപാലിന് 400 രൂപ കുറഞ്ഞ് 14,000 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 212, RSS 5 208, ലാറ്റക്സ് 145, ജാതിക്ക 270, ജാതിപത്രി 1600 മുതൽ 1850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾഡ് 68,500, കുരുമുളക് അൺഗാർബിൾഡ് 66,500, ഏലയ്ക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,300, കൊപ്ര 25,800, ചുക്ക് 22,500.